ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളെല്ലാവരും കൂടി ഇന്ന് വേറൊരു വഴിക്ക് പോവാണ്. കുറെ ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പൊ നമ്മൾ വീണ്ടും പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാന്, ചേട്ടായി, അമ്മ എന്തി കാണുന്നില്ല, അമ്മ ദേണ്ട, അച്ഛൻ ദേവനുണ്ട്, കുഞ്ഞാത്ത് ദേണ്ട അവിടെ നിലത്ത് കുത്തിയിരിപ്പുണ്ട്. അങ്ങനെ എല്ലാവരുമായിട്ട് നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോവാണ്. അപ്പം സുമ്പുടു ഉണ്ട് കേട്ടോ. സുമ്പുടിന്റെ കാര്യം പറയാൻ പറഞ്ഞുകൊണ്ട് എത്തി നോക്കുന്നുണ്ട്. സുമ്പുടു അല്ലടാ, എവിടെയാണെന്നുള്ളത് സർപ്രൈസ് ആണ്. നമ്മളിന്ന് എറണാകുളം പോവാണ് കേട്ടോ. അല്ല, എന്തായാലും പറഞ്ഞേക്കാം. എന്തായാലും നമ്മള് ചേച്ചിനെ വിളിക്കാൻ വേണ്ടി പോവാ. അപ്പൊ കുറെ ദിവസം കൊണ്ട് നോക്കി ഇരുന്ന് നമ്മുടെ ദിവസം ഇന്ന് വന്നെത്തി. അപ്പൊ നമ്മള് ചേച്ചിനെ വിളിക്കാൻ വേണ്ടി എറണാകുളം പോകണം. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ചേച്ചി സർപ്രൈസ് ആയിട്ട് വീടിന്റെ മുറ്റത്ത് വന്നപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്. പക്ഷെ ഈ പ്രാവശ്യം അങ്ങനെ വരാൻ പറ്റില്ല. കാരണം ലഗേജ് കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ നമ്മുടെ വണ്ടിയും കൊണ്ട് പോലും അല്ല വരുന്നത്, വേറൊരു വണ്ടി എടുത്ത്. നമുക്ക് ആദ്യം തന്നെ ആമിനെ വിളിക്കാനായിട്ട് പോകണം. ആമിനെ ഇവിടെ വന്ന് നമ്മൾ വിളിച്ചോണ്ടാണ് പോകുന്നത്. അപ്പൊ നമ്മൾ ആമിനെ വിളിക്കാനായിട്ട് എത്തി. ഇനി നമുക്ക് ആമിനോട് വിളിച്ചോണ്ട് വരാം. ലഗേജ് ഒക്കെ കൂടുതലുണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ വേറൊരു വണ്ടിയും കൊണ്ട് വന്നേക്കുന്നത്. അപ്പോൾ ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിയാണ് നമ്മൾ ഇന്ന് എടുത്തേക്കുന്നത്. അപ്പം നമ്മൾ എല്ലാവരുടെ പോകേണ്ടത് കൊണ്ടും പിന്നെ ലഗേജ് കൂടുതലുള്ളതുകൊണ്ടാണ് വണ്ടി വേറെ എടുത്തേക്കുന്നത്. അപ്പം നമ്മൾ എല്ലാവരുടെ പോകണം. ഇനി നമ്മൾ ആമിനെ വിളിക്കാൻ വേണ്ടി നവോദയയിൽ വന്നു. ഇനി അവിടെ നിന്ന് ആമിനെയും വിളിച്ച് നമുക്ക് 5 മണിയാകുമ്പോഴത്തേക്ക് എറണാകുളം ചെല്ലണം. ചേച്ചി ഫ്ലൈറ്റിൽ കയറി നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്നപ്പോഴത്തേക്കല്ലേ നമ്മള് ചെറുതോണിയൊക്കെ എത്തിയപ്പോഴത്തേനും ഫ്ലൈറ്റ്. അതെ, അത് ഇനിയിപ്പോ 5 മണിക്കാണ് എയർപോർട്ടിൽ വരുന്നത്. 12:30 കഴിഞ്ഞു. നമ്മള് സാധാരണ 12 മണി 2 മണിയാകുമ്പോ ഇറങ്ങുന്നത്. ഇന്ന് നമ്മൾ ഇച്ചിരി നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഒന്നാണല്ലേ കണക്ക് കൂട്ടിയതാ. ഞങ്ങളുടെ കണക്കും പ്രകാരം ഒന്നായിരുന്നു. ചേട്ടായിന്റെ കണക്കും പ്രകാരം എന്തോ കുറങ്ങച്ചിന്റെ വാലാ ഇത് കിടക്കുന്ന കണ്ടിട്ട് ചേട്ടായി. ഇനി നമ്മൾ ആമിനെ വിളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ ഇനി ആമിനോട് വിളിച്ചിട്ട് ആമിക്ക് എത്ര ദിവസം ഉണ്ട്? 3-ാം തീയതി ആമിക്ക് തിരിച്ചു പോകണം അല്ലേടേ? ആമിക്ക് തിരിച്ചു പോകണം. അപ്പം ചേച്ചി ഒരാഴ്ചത്തെ ലീവേ ഉള്ളൂ. അപ്പം എന്റെ പുറകെ വീഡിയോകളൊക്കെ വരുന്നുണ്ട്. പെട്ടിപൊട്ടിക്കൽ വീഡിയോ ഒക്കെ ഉണ്ട് അല്ലേ അമ്മേ? വലിയൊരു വീഡിയോകൾ വരുന്നുണ്ട്, വലിയ വീഡിയോകൾ വരുന്നുണ്ട്. അപ്പം എല്ലാരും കാണുക. വലിയ വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എല്ലാരും കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ആമിനോട് വിളിക്കാം. എന്നിട്ട് നമുക്ക് കുഞ്ഞാത്തിന് എല്ലാം പറയാനുണ്ടോ? കുഞ്ഞാത്തിന് ഇത്രയും വലിയൊരു വണ്ടി ഇട്ടിട്ടും കുഞ്ഞാത്തിന്റെ ഇരിക്കാനുള്ള പ്ലേസ് എന്ന് വെച്ചാൽ ദാ നിലത്താണ് കേട്ടോ. അവിടെ മറ്റേ പേപ്പർ ഇട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. 2:45 കഴിയുമ്പോഴായിരുന്നു വിസിറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് നമ്മളിവിടെ വെയിറ്റ് ചെയ്തപ്പോൾ അവിടെ വിളിച്ച് പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുവാണ് നമ്മൾ കൊണ്ടുപോകാനായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ അവർക്ക് 3-ാം തീയതി വരെ ലീവ് ഉള്ളൂ. അത് കഴിയുമ്പോൾ 3-ാം തീയതി ആകുമ്പോൾ ആമിനെ കൊണ്ടുപോകണം. പിന്നെ 9-ാം തീയതിയാണ് ചേച്ചിക്ക് പോകേണ്ടത്. അപ്പം നമ്മളിങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആമീനെ വരാൻ വേണ്ടിയിട്ട്. ആമയും കൂടെ കൂട്ടിയപ്പോൾ ഓരോ ദിവസം എണ്ണിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവളുടെ ഒരാൾ. കാരണം അപ്പം ഇപ്പോൾ എക്സാം കൂടെ ഉണ്ട്. അല്ലെങ്കിൽ ഒരാഴ്ച ലീവ് എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഭയങ്കര പ്ലാനിങ്ങിലൊക്കെ ആയിരുന്നു ഇരുന്നത്. പക്ഷേ നടക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എക്സാം നടക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 3-ാം തീയതി ചേച്ചി 6-ാം തീയതി ഒക്കെ വരെ പറഞ്ഞു. പക്ഷേ എന്നാലും 6-ാം തീയതി ഒക്കെ എക്സാം സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് 3-ാം തീയതി തന്നെ തിരിച്ചു കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിനി 3-ാം തീയതി തിരിച്ചു കൊണ്ടുവരണം. അപ്പം ഇത്രയാണ് നമ്മുടെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ. ഇനി നമ്മൾ നേരെ ആമീനെ കൂടെ കൂട്ടി എറണാകുളം പോകണം. അപ്പം അവിടെ ചെന്നിട്ട് നമ്മൾ നാളെ തിരിച്ചു പോകത്തുള്ളൂ. നാളെ നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് എറണാകുളത്ത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അങ്ങനെ ആമീനെയൊക്കെ നമ്മൾ കൂട്ടിയല്ലേ ആമാച്ചാ? ഏറ്റവും പുറകിലത്തെ ചുമ്പുടുമായിട്ട് ഇതിപ്പുണ്ട് കേട്ടോ. അപ്പം എല്ലാവരുടെ കൂട്ടി നമ്മൾ നേരെ വിട്ടടിച്ച് പോകണം എയർപോർട്ടിലേക്ക്. ഒട്ടും സമയമില്ല. 5 മണിയാകുമ്പോഴത്തേക്ക് ചെല്ലണമെന്നുകൊണ്ട് 7 മണിയാകും തോന്നില്ലാണ്ട് 6 മണിയാകും നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക്. 5 മണിയാകുമ്പോൾ ചേച്ചി വരുന്നത്. പക്ഷേ നമ്മൾ ഇച്ചിരി താമസിച്ചു പോയി. ഇനി നമ്മൾ വലിച്ചു വിട്ട അതെ, ഇനി നമ്മൾ നേരെ പോവാ. ഓക്കെ, ആമി അമ്മച്ചി ക്ലാസ് കൊടുത്തിട്ടേക്കോളൂ. AC ഇട്ടേക്ക് വരും. അതാ മൊത്തം പകുതി കടിച്ചിട്ട് ഞാൻ കൊടുത്തത്. ഇഷ്ടപ്പെട്ടില്ലേ മോനോ? ആ തൊണ്ട പോകത്തില്ലേ? ഒന്നാമത് വിളിക്കുന്നു പറയുന്നു. എത്തി. ഇപ്പൊ സമയം എത്ര? 5:15 അല്ലേ?
5:15 നമ്മൾ എയർപോർട്ട് എത്തി. അതിനിടയ്ക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ അപ്പവും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേ നമ്മള് ചേച്ചി വന്നിട്ടുണ്ട് കേട്ടോ. ചേച്ചി വിളിക്കുന്നുണ്ട്. എയർപോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചേച്ചി അകത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചേച്ചിയെ കൂട്ടാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മൾ പാർക്കിങ്ങിനകത്ത് വെയിറ്റ് ചെയ്യായിരുന്നു. കറക്റ്റ് സമയത്താണ് കേട്ടോ നമ്മൾ വന്നത്. അല്ലാതെ ഞങ്ങൾ വെയിറ്റ് ചെയ്തൊന്നുമില്ല ഒത്തിരി. നമ്മളിപ്പോൾ വന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഓർത്തിരുന്നത് താമസിച്ച് പോകുന്നതാണ് ഓർത്തിരുന്നത്. കറക്റ്റ് 5:15 വന്നു. ചേച്ചി വന്നു 5:10 വന്നു. എന്നിട്ട് നമ്മൾ ഇനിയിപ്പോൾ നേരെ അകത്തേക്ക് കയറുവാണ്. ചേച്ചിയുടെ ലഗേജൊക്കെ വരാനായിട്ട് ഇച്ചിരി താമസം കാണും. അതുകൊണ്ട് നമ്മളിവിടെ പുറത്ത് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി നമ്മൾ നേരെ പോകണം. അപ്പോൾ ഇനി നമ്മൾ ചേച്ചി വന്നിട്ട് കാണാം. അതേ ആമീനെ കൂട്ടി. അത് കഴിഞ്ഞ് നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ഞാൻ ശ്രദ്ധിക്കാൻ വന്ന് പണ്ടാറടങ്ങി അതിനകത്തിരിക്കുമായിരുന്നു. ഭയങ്കര ശ്രദ്ധിക്കാൻ വരെ വരുന്നത്. അതുകൊണ്ട് വേറെ ഏതെങ്കിലും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. അതിൻ്റെ ഒന്നും എടുത്തില്ല. കാരണം വിശപ്പ് കയറി മൂത്ത് നിന്നുകൊണ്ട് നമ്മൾ അപ്പത്തിലും മുട്ടക്കറിയിലും ആയിപ്പോയി. അതുകൊണ്ട് നമ്മൾ വേറെ വീഡിയോ ഒന്നും എടുത്തില്ല. തുമ്പ് ആരാണ് ഇന്ന് വരുന്നത്? ഞങ്ങൾ പിന്നെ പ്രീതി എന്നാണ് കേട്ടോ വിളിക്കുന്നത്. ബഹുമാനക്കൂടുതലുകൊണ്ട് എല്ലാവരും പേരാണ് കൊച്ചു വിളിക്കുന്നത്. അപ്പം ഇന്ന് പ്രീതി വരുമെന്ന് പറഞ്ഞ് തുള്ളിച്ചാടിയൊക്കെ ഇരിപ്പുണ്ട്. പ്രീതി വരുന്നില്ലല്ല, പെട്ടി പൊട്ടിക്കുന്നതിലാണ്. കൊച്ചിൻ്റെ കുഞ്ഞത്ത് ഇന്നലെ പറയാണ്ടോടി ഞാൻ പറഞ്ഞു പ്രീതി തന്നെ വരുന്നുണ്ട്. വന്നില്ലെങ്കിലും കുഴപ്പമില്ല, പെട്ടിയും എടുത്തു അയച്ചാൽ മതി. കുഞ്ഞാത്തു വന്ന വഴിക്കൊന്നും നല്ല വെയിലൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് നല്ല സുഖമായിരുന്നു കേട്ടോ പോരാനായിട്ട്. ഇവിടെ വന്നപ്പോഴത്തേക്കും വലിയൊരു വെയിലിൻ്റെ ഒരു ചൂടും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് അവിടെ നിന്ന് വന്നിട്ട് അവിടെ രാവിലെ നല്ല തണുപ്പായിരുന്നു. ഇപ്പോൾ പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് വലിയ ചൂടൊന്നുമില്ല ഈ പ്രാവശ്യം. അങ്ങനെ ചേച്ചി ഇറങ്ങിയെന്ന് പറഞ്ഞു. ഇനി എവിടെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അത് ഞാൻ അതിന്റെ പുറകെ വരുന്നിരിക്കുന്നതായോ. കണ്ടില്ലേ ഇതാരാ പരിചയമില്ലാതെ പോന്നൊരു. ഞാന് എന്നാ എന്നാ പറഞ്ഞു? അവളെന്നാ പറഞ്ഞ എന്താ? കൊള്ളാം. സുമ്മി കൈ ഒന്ന് മാറ്റിക്കേ. മണ്ണ് തന്ന പോലെ കൊള്ളാം.
ഇനി നമ്മൾ കുളിക്കണം അല്ലേ? അങ്ങനെ ചേച്ചി വന്നു. ഇനി നമ്മള് എങ്ങോട്ട് വന്ന് ചേച്ചിയുടെ വീട്ടിലോട്ട് പോകാം. ചേച്ചിയുടെ ഫ്രണ്ടിന്റെ വീട്ടിലോട്ട് വന്നു. നമുക്ക് നാളെ കുറച്ച് പരിപാടികളുണ്ട്. അങ്ങനെ നമ്മൾ തേടി വന്ന ആളെ കണ്ടു കിട്ടി. അപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക്, സ്വീകരണ സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കും. അതെ. എന്നാ മോനെ ഇപ്പൊ എന്തൊക്കെയാ? എടാ ഇങ്ങോട്ട് നോക്കിയടാ, സുമ്പ ഇങ്ങോട്ട് നോക്കിയേ. മോൻ ഇങ്ങോട്ട് നോക്കി, ഒന്ന് ചിരിച്ചു കാണിച്ചേ. ഇങ്ങോട്ട് നോക്കിയ മോനെ. അങ്ങോട്ടല്ല, ഇങ്ങോട്ടാ. ഇങ്ങോട്ട് നോക്കിയേ, ചിരിച്ച്. കൊള്ളാം, നല്ല ചിരിയാണ് കേട്ടോ. കൊള്ളാം കൊള്ളാം. പൊന്നിങ്ങോട്ട് നോക്കിയടി സുമ്പി. അയ്യോ നല്ല ചിരിയാട്ടോ, കൊള്ളാം. മറ്റേ വലിക്കുന്നത് ഞങ്ങൾ ഈ പ്രശ്നം വില ചോദിച്ചിട്ടുണ്ട്. അവിടെ എത്ര 6-7 കണ്ട പറഞ്ഞു. നമ്മൾ അടുത്ത കടയിൽ വന്നു. നമുക്ക് എന്നാന്ന് വെച്ചാൽ അവിടെ ചേച്ചീൻ്റെ വീട്ടിലേക്ക് എന്നാ കയറി താമസത്തിനൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല. അപ്പോൾ ചേച്ചി അതിന് എന്തെങ്കിലും വാങ്ങിക്കണമെന്നൊക്കെ വന്നു. അപ്പം നമ്മളത് വാങ്ങിച്ചിട്ടോടെ നമുക്ക് പോകാൻ നിർത്താണ്. എൻ്റെ കടയിലൊക്കെ കയറിയിട്ട് പോകാൻ നിർത്താൻ നിൽക്കുകയാണ്. എല്ലാവരും ഉണ്ട്. അടിയൊന്നും സാധനമൊന്നും ഇല്ലെന്ന് തോന്നുന്നല്ലേ? പക്ഷെ ഇങ്ങനെയുള്ളിടത്ത് എല്ലാ സാധനങ്ങളും നമ്മളെ മറ്റെല്ലാം കൂടെ പിന്നെ അന്ന് പോയപ്പോൾ കണ്ടില്ലേ, നമ്മൾ അടുത്ത കടയിലോട്ട് പൊക്കോണ്ടിരിക്കും. ആദ്യത്തെ കടയിൽ പോയിട്ട് ഒന്നും കിട്ടിയില്ല. ആ ചെറുക്കൻ കുറെ മുട്ടായിയൊക്കെ വാങ്ങിച്ചു. ഇതേ ചെറുക്കനും ചേട്ടയും കൂടെ വരുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത കടയിലോട്ട് പൊക്കോണ്ടിരിക്കുക. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഗിഫ്റ്റ് ഐറ്റംസ് വാങ്ങിക്കാനുള്ള കടകളൊന്നും നമ്മൾ പോയടത്തൊന്നും കണ്ടില്ല. അതുകൊണ്ടാണ് ഭയങ്കര തിരക്കും, നല്ല തിരക്കുണ്ട്, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പം ഒരു കട കണ്ടു കിട്ടിയിട്ടുണ്ട്. ഇനി അവിടെ പോയി നോക്കട്ടെ. കുറച്ച് ഇപ്പുറത്ത് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ ഇട കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ കുറേ പോന്നു. ഇനി നമ്മൾ നടന്ന് അപ്പുറത്ത് ചെന്നിട്ട് വേണം നമുക്ക് നോക്കാനായിട്ട്. നമ്മൾ കട അങ്ങാണ്ട് കണ്ടതേ ഉള്ളൂ കേട്ടോ. നീ തന്നൊന്നും മിണ്ടാത്ത. പക്ഷേ ഇപ്പം നല്ല ചൂട് കുറവുണ്ടല്ലേ? ഈ അല്ലേ വരുന്നേ. നമ്മൾ സാധാരണ അല്ലാതെ വരുമ്പോഴത്തേക്ക് ഭയങ്കര ചൂടല്ലേ ഇപ്പോൾ. പക്ഷേ ഒരു കാലാവസ്ഥ ഇതുകൊണ്ടായിരിക്കും. നമുക്കിവിടെ പൊതുവേ ഒരു മൂടലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല കാലാവസ്ഥ കേട്ടോ. അപ്പം ഞങ്ങൾ ഇപ്പോൾ പോവാണ്. ഇനിയിപ്പോൾ ചെറുക്കൻ അവിടുന്ന് വേറെ സാധനങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും ചെറുക്കൻ ആവശ്യത്തിനുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് ഇപ്പോൾ പോരത്തുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ കഴിഞ്ഞ കടയിൽ കയറിയപ്പോൾ കുറേ മുട്ടായി എടുത്തു, ഇവിടെ നിന്ന് എടുത്തു. ചേച്ചി കുറേ മുട്ടായി കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്നും കൊച്ചിന് വേണ്ടതേ. അടുത്ത കട കയറുമ്പോഴത്തേക്ക് അടുത്ത സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കും ഇവിടെ ഒരാൾ. അപ്പം നമുക്കിനി കടയിലോട്ട് കയറുന്നു. വണ്ടി വരുന്നുണ്ട് കേട്ടോ. കാണിച്ചേട്ടാ, ഇങ്ങോട്ട് കാണിച്ചേ. ജെയ്സേട്ടൻ്റെ ഒക്കെ വീട്ടിലെത്തി, സീനി ചേച്ചിയുടെ ഒക്കെ വീട്ടിലെത്തി. അപ്പം ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ. വീട്ടിൽ പോയിട്ട് നാളെ രാവിലെ നമുക്ക് അമ്പലത്തിൽ പോകണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.